അടുത്ത കാലത്തെ ഈ സോഷ്യൽ മീഡിയയിലും സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഭജൻ സംഘമാണ് നന്ദഗോവിന്ദം ഭജൻസ്. ഇവരുടെ ഈ ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ ആളുകൾ വരലുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരെയൊക്കെ ഇങ്ങനെ ഭജനയിലേക്ക് ആകർഷിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കോട്ടയം വേമ്പിൻകുളങ്ങര ക്ഷേത്രത്തിൽ ഇവർ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം ആലപിച്ചായിരുന്നു. അതായത് ഈ അമ്പലവും ക്രിസ്ത്യൻ പള്ളിയായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ് അവർ ആ ഒരു ഗാനം ആലപിച്ചത്. ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇപ്പോൾ ഫുൾ വിവാദങ്ങളാണ്. ഈ വിവാദം ഉന്നയിച്ചവരിൽ മറ്റേ RSS സൈദ്ധാന്തികൻ വിദ്യാസാഗർ ഗുരുമൂർത്തിയും ഹിന്ദു ഐക്യവേദി അധ്യക്ഷ KP ശശികല, അങ്ങനെ ഇവർ വലിയ വലിയ ആൾക്കാരടക്കമുണ്ട്. അപ്പം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റുകളുണ്ട്. എന്താണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ? ഈ അടുത്ത കാലത്തായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടൊരു ഗ്രൂപ്പാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ഭജൻ ഗ്രൂപ്പ്. 2000 സ്ഥാപിതമായ, കോട്ടയത്ത് തന്നെ സ്ഥാപിതമായ ഒരു ഭജൻ ഗ്രൂപ്പാണ്. ഈ അടുത്ത കാലത്താണ് അവർ ഒരു 25 വർഷത്തിന് ശേഷമാണ് ഒരു പോപ്പുലർ ഒരു ജനശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത്. ഈ സംഭവം നടക്കുന്നത് 2025 ഏപ്രിൽ 14 കോട്ടയം ജില്ലയ്ക്കടുത്ത് നെട്ടാശ്ശേരിയിലെ വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ. ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനിടെ അവർക്കൊരു സപ്പോർട്ടായിട്ട്, ആ ഒരു ഇനിഷ്യേറ്റീവിന് സപ്പോർട്ടായിട്ടാണ് നന്ദഗോവിന്ദം ഭജൻസ്, അവരുടെ ക്ഷേത്രമാണ്, അതിൽ ഉൾപ്പെട്ട കലാകാരന്മാരിൽ പലരും ആ ഒരു പ്രദേശത്ത് ജീവിച്ച് വളർന്നവരാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് സൗജന്യമായാണ്, ഒരു പക്ഷേ ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു പരിപാടിക്ക് തന്നെ ലക്ഷങ്ങളാണ് വേണ്ടി വരുന്നത്. അപ്പോൾ തീർത്തും സൗജന്യമായിട്ടാണ് അത്തരം ഒരു പരിപാടി അവിടെ അവർ സംഘടിപ്പിച്ചത്. അങ്ങനെ ഈ ഏപ്രിൽ 14 ഈ നെട്ടാശ്ശേരി ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കോട്ടയം ജില്ലയിൽ നിന്ന് അത്ര ദൂരെയല്ലാത്തൊരു സ്ഥലമാണ് നെട്ടാശ്ശേരി. ഈ ക്ഷേത്രം വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിന് നേരെ എതിർവശത്താണ് ഹോളി ഫാമിലി ജ്ഞാനായ കാത്തോലിക് ചർച്ച്, അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ നേരെ എതിർവശമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഹാർമണി ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒരു വേർതിരിവില്ല. കേരളത്തിൽ തന്നെ ഈ ഒരു അടുത്ത കാലത്താണ് ആ ഒരു വേർതിരിവ് പ്രധാനമായിട്ടും ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ആ ഒരു സാധനം ഏറ്റവും അധികം കത്തി പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രവും ഈ ഹോളി ഫാമിലി ചർച്ചും തൊട്ടടുത്താണ്. ഇവിടെ വിഷുവിൻ്റെ തലേ ദിവസം നടക്കുന്ന ദേശവിളക്കിൽ ഈ പള്ളിയിൽ തിരികത്തിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് താലപ്പൊലി വരുമ്പോഴൊക്കെ ഈ ക്ഷേത്രത്തിൽ ഈ പള്ളിയിൽ തിരികെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരസ്പര സൗഹാർദ്ദത്തോടെ ബഹുമാനത്തോടെ പോകുന്ന ഒരു ക്ഷേത്രവും പള്ളിയും ഒക്കെയാണ്. ഓരോ മതവിശ്വാസങ്ങളുണ്ട്, അവർ പരസ്പരം ബഹുമാനിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഓരോ സ്ഥലത്തും അങ്ങനെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ചേരിതിരിഞ്ഞ് ഇത്തരത്തിലുള്ള പ്രവണത വളരെയധികം അത് കത്തിച്ചു വിടാനായിട്ട് ആളുകളും ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഒരു പഴയ തലമുറയിൽപ്പെട്ട ആളുകളായിരിക്കും, അവരെ ഉത്തേജിപ്പിച്ച് വിടാൻ ഇത്തരത്തിലുള്ള ആളുകളുമുണ്ട് എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും വലിയ അപകടം. ഈ ഒരു ഗാനം നമ്മൾ അതിൽ പാടിയ ഒരു പരദേവന ഹോ എന്ന് പറയുന്ന ഒരു പാട്ട്, ആ ഒരു പാട്ട് ആദ്യം കേട്ടാൽ ഒരു പക്ഷേ ഒരു ക്രിസ്തീയ ഭക്തിഗാനമായിട്ട് തോന്നില്ല. ആ ഒരു പരിപാടിക്ക് ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടിക്ക് വരുന്നത് വലിയ ജനക്കൂട്ടമാണ്. ആ ഒരു പരിപാടി തന്നെ പാസ് വഴിയാണ് നിയന്ത്രിച്ചത് തന്നെ. ആ ഒരു പരിപാടിയിൽ ഇതിൻ്റെ മുഖ്യ ഗായകനായിട്ടുള്ള നവീൻ തന്നെ പറയുന്നുണ്ട്, ഇവിടെ എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരുപാട് പല മതവിശ്വാസികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് പുറത്താണ് പരിപാടി നടത്തിയത്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഈ പരിപാടി കാണാൻ വരുന്നവർക്കുള്ള പാർക്കിംഗ് അടക്കം ഈ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഗ്രൗണ്ടിലാണ്. പള്ളിയുടെ ഭരണസമിതി തന്നെ ഇടപെട്ട് അവർക്ക് യാതൊരു വൈമനസ്യവും ആ ഒരു കാര്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരസ്പര ബഹുമാനത്തോടെയുള്ള ഹാർമണിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ പാട്ട് കേൾക്കാൻ വരുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിംസും എല്ലാവരും ഈ ഒരു ഗാനം അല്ലെങ്കിൽ ഒരു സംഗീതം, കല എന്ന് പറയുന്നത് ജാതി മത അതിർവരമ്പുകളില്ലാത്തതാണ്. അങ്ങനെ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടികൾ തന്നെ വലിയ ജനക്കൂട്ടമാണ്. അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഈ പള്ളിയുടെ പരിസരത്ത് തന്നെ ധാരാളം ക്രിസ്തുമത വിശ്വാസികളടക്കം പങ്കെടുത്തൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഈ നവീൻ എന്ന് പറയുന്ന ഇതിലെ മുഖ്യ ഗായകൻ, ഞങ്ങളെ കേൾക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി ഇത്രയും പരസ്പര സൗഹാർദ്ദത്തോടെ മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിക്കോട്ടെ എന്നൊരു മുഖവുരയോടെയാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. അതിനെ ആ വേദിയിൽ എനിക്ക് തോന്നുന്നു ചാണ്ടിയുമ്മനുണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള രാഷ്ട്രീയ കലാരംഗത്തെ പ്രമുഖരായ ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു. ആ ഒരു പരിപാടിക്കിടയിൽ അങ്ങനെ ഒരു ഗാനം ആലപിക്കുന്നു. അത് യാതൊരു വേർതിരിവുമില്ലാതെ യാതൊരു സങ്കോചവുമില്ലാതെ എല്ലാവരും ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ ഈ കാഴ്ച പിന്നീട് സാമൂഹിക മാധ്യമത്തിലേക്ക് വന്നപ്പോഴാണ് വലിയ വിവാദമായിരിക്കുന്നത്. ആ ഒരു പാട്ട് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു പാട്ട് കേൾക്കുന്ന ആർക്കും അതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് തോന്നുന്നില്ല. 2006 ഒരു ദിവ്യഹൃദയം എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ ആൽബമാണ്. മോഹൻ സിത്താര സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഒരു ഗാനമാണ്. പക്ഷേ ആ ഗാനത്തിന് സ്വീകാര്യത അത്ര ലഭിക്കുന്നത് 2022 കാന്ത എന്ന് പറയുന്നൊരു മ്യൂസിക്കൽ ഗ്രൂപ്പ് ആ ഒരു പാട്ടിൻ്റെ ഒരു
മറ്റൊരു വേർഷൻ അവരുടേതായ രീതിയിൽ പുനഃസൃഷ്ടിച്ചതിലൂടെയാണ്. അത് പിന്നീട് റീൽസ് ആയിട്ടൊക്കെ വലിയ ജനപ്രീതി ഈ അടുത്ത കാലത്താണ് വന്നതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഹിന്ദുമത വിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളുടെയൊക്കെ പശ്ചാത്തല സംഗീതമായിട്ടാണ് ഈ റീലുകളിലൂടെ പോലും ഈ ഒരു ഗാനം ഏറ്റവും അധികം നമ്മൾ കേട്ടിരിക്കുക. ഒരുപക്ഷെ ഇപ്പോഴും ഈ ഒരു വിവാദം നടന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ഗാനം ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് പോലും നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിൽ ഈ വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം തന്നെ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന അനാവശ്യ വിവാദങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു നാട്, ഓരോ നാട്ടിലും പരസ്പര ബഹുമാനത്തോടെ സഹവർത്തിത്വത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് മനുഷ്യർ. പക്ഷേ ഇതിനിടയിലേക്ക് വിഷം കലർത്താൻ വേണ്ടി വരുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരെയാണ് കരുതിയിരിക്കേണ്ടത്. ഈ വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അധികൃതർ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിർഭാഗ്യകരമാണ്, ഇങ്ങനെ ആ ക്ഷേത്രത്തിന് എന്തുമാത്രം പിന്തുണ ഒരു തൊട്ടടുത്തുള്ള മറ്റൊരു മത ദേവാലയം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം ഒരു ഹാർമണി ഉണ്ട് എന്നത് തന്നെയാണ് ആ ഒരു ക്ഷേത്രം തന്നെ ആ ഒരു വിവാദത്തെ തള്ളിക്കളയാനുള്ള കാരണം. നന്ദഗോവിന്ദം ഭജൻസും ഈ ഒരു തരത്തിൽ തന്നെ ഈ ഒരു വിവാദത്തെ അനാവശ്യമായിട്ട് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ മോശകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കാണ് ഇതിൽ ഏറ്റവും അധികം പങ്ക് എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപക്ഷെ ഇത് യുവതലമുറ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്രയധികം മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഫേസ്ബുക്ക് അങ്ങനെയല്ല. ഇതിനകത്ത് ഉപയോഗിക്കുന്നവരൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകളാണ്. അവരുടെ ഉള്ളിലുള്ള ഒരു ഭീതി എന്ന് പറഞ്ഞാൽ അത് അനാവശ്യമായിട്ടൊരു വർഗീയ ശക്തികൾ ഉയർത്തിവിടുന്നതാണ്. അത് മുസ്ലിം സമുദായത്തിലുണ്ട്, ക്രിസ്തീയ സമുദായത്തിലുണ്ട്, അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിലുമുണ്ട്. അങ്ങനെ പരസ്പരം ഞങ്ങളുടെ ദേവാലയത്തിൽ മറ്റൊരു മതത്തിൻ്റെ ഒരു ഗാനം ആലപിച്ചാൽ ഞങ്ങളുടെ കൂട്ടരെല്ലാം അങ്ങോട്ടേക്ക് മതം മാറി പോകുമെന്ന് പറയുന്നത് തന്നെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ക്രിസ്തീയ മതവിശ്വാസികൾ കർണാട്ടിക് സംഗീതം പഠിക്കുന്നില്ല. അതിനകത്ത് മഹാവാദാഭി ഗണപതിം എന്ന് പറയുന്ന കീർത്തനമുണ്ട്. അതൊക്കെ പഠിച്ചാണ് ഇവരൊക്കെ കർണാട്ടിക് സംഗീതം പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ അങ്ങനെ ഒരു ഗാനം ആലപിച്ചത് കൊണ്ട് ഒരു മതവിശ്വാസത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു അതൊരു വികാരത്തെ വ്രണപ്പെട്ട് അവരൊന്നും മതം മാറിപ്പോകുന്നു എന്ന് പേടിക്കേണ്ട കാര്യവുമില്ല. ഇത്തരത്തിലുള്ള മതവിശ്വാസം ഇളക്കിവിടുന്ന മതവികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയാണ് വേണ്ടത്. എന്തായാലും വളരെ മോശപ്പെട്ട സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷേ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കടന്നുവരവിന് ശേഷമാണ് ഈ ഉത്സവ പറമ്പുകൾ ഒരുപക്ഷെ ശാന്തമായി തുടങ്ങിയത്. അതിന് മുൻപ് ഒരു ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിനൊക്കെ നിരന്തരം ഈ ഗാനമേള എന്ന് പറയുന്നൊരു അതിന് പിൻപറ്റി ഉപജീവനം നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറം ഈ ഗാനമേളയ്ക്കൊക്കെ വലിയ അക്രമ സംഭവങ്ങളാണ് ക്ഷേത്രങ്ങളിലേക്ക് ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനിയിൽ ഒരു ഗാനമേള സംഘടിപ്പിക്കുന്നതിനിടെ ഒരു വൃദ്ധൻ, അദ്ദേഹം അല്പം മദ്യപിച്ചിട്ടുണ്ട്, ആ ഒരു പരിപാടിക്ക് മുൻനിരയിലേക്ക് വരുന്നു. അവിടെ ആർക്കും ഒരു ശല്യമില്ലാതെ നൃത്തം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു സന്തോഷമാണ്, രാത്രിക്കാരനാണ്. അങ്ങനെ ഒരു മുൻപരിചയവുമില്ലാത്ത യാതൊരു പ്രകോപനവുമില്ലാതെ ഒരാൾ നേരെ വന്നിട്ട് ഒരു കസേര എടുത്ത് ഇയാളുടെ മുഖത്ത് പ്രഹരിക്കുകയാണ്. ആ പ്രഹരത്തിൽ ഇദ്ദേഹത്തിൻ്റെ 2 പല്ലുകളും പോയി. എന്തൊരു വിരോധാഭാസമാണ്. ഈ കള്ളു കുടിച്ച് തങ്ങളുടെ കൈക്കരുത്ത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഇപ്പോൾ ആളുകളൊക്കെ വരുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഒരു ഭക്തിയിലൂടെ ജനങ്ങളെ കൂട്ടാം, അല്ലെങ്കിൽ ഭജനയിലൂടെ. നേരത്തെയൊക്കെ ഈ ഭജന അല്ലെങ്കിൽ സംഗീത സദസ്സ് എന്നൊക്കെ പറയുമ്പോൾ ആളുകളൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകാൻ മടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഈ ഭജന, നന്ദഗോവിന്ദത്തിൻ്റെ ഭജന ഉണ്ടെന്നറിഞ്ഞാൽ നാനാ ദിക്കിൽ നിന്നും നാനാ മതസ്ഥരായ ആളുകളാണ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭജനയിലൂടെ പുതിയൊരു സംസ്കാരം, ആൾക്കാരെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം, മതത്തിനതീതമായിട്ട് കൂട്ടായ്മകൾ ഉണ്ടാക്കുന്ന ഇത്തരം പരിപാടികളെ പ്രോത്സാഹിപ്പിക്കണം. അതിനും അപ്പുറം ഇത്തരത്തിലുള്ള വിദ്വേഷ ചിന്തകൾ പടർത്തുന്ന വർഗീയ ശക്തികളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. ഒരുപക്ഷെ നാളത്തെ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പോൾ പലരും ഇങ്ങനെ പ്രചരിപ്പിക്കും. ഈ ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾ, വിദ്യാസാഗർ ഗുരുമൂർത്തിയെ പോലെയുള്ള RSS സൈദ്ധാന്തികർ ഇത്തരത്തിൽ പടർത്തിവിടുന്ന വിദ്വേഷങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുക. തങ്ങളുടെ മതത്തിന് അവർ യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല. പരസ്പര ബഹുമാനത്തോടെ ആ ഒരു രീതിയിൽ നമ്മൾ പിന്തുടർന്ന് പോകുന്ന ഒരു കേരളീയ വ്യവസ്ഥിതി ഇനിയും അങ്ങനെ തന്നെ കാണും. അതിനിടയിൽ തീവ്രമായിട്ട് മതവിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന ശക്തികൾ നമുക്കിടയിൽ ഉണ്ട് എന്നത് തിരിച്ചറിയുക തന്നെ വേണം. പക്ഷേ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് തങ്ങളുടെ മതവിശ്വാസത്തെ വലിച്ചിഴയ്ക്കുന്നവരെ തീർച്ചയായിട്ടും തിരിച്ചറിയുക. അത് മാത്രമേ നമുക്കും പറയാനുള്ളൂ. ശരി.